അറ്റത്തിലിരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മറ്റ് വിശിഷ്ട അവശിഷ്ടങ്ങളെ. എന്താണ് കുടുംബശ്രീ? കുടുംബശ്രീ എന്താണെന്നറിയോ? കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. പെട്ടെന്ന് പറയണ, നടുവുളൊക്കെ നിൽക്കണം. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ച് സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ പ്രധാന ദൗത്യം. ഇപ്പൊ വേറെ സംഭവം തുടങ്ങിയ എന്നെ സംശയം. എടാ, ഇതിന്റെ അകത്ത് രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ ചന്ദ്രനല്ലേ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ തെങ്ങ് കയറാൻ പോകുന്നത് ചന്ദ്രൻ രാത്രി 12 മണിയാകുമ്പോൾ വിളിക്കും. 1 മണി വരെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ കുറച്ചു നേരം ഒന്നും രണ്ടും പറഞ്ഞ് സംസാരിക്കുക. അത് സംശയം. അതിനെന്ത് സംശയിക്കാതിരിക്കുന്നത്? എനിക്കറിയത്തില്ല, അത് സംശയമാ. എന്തോ മനുഷ്യൻ. അത് പോട്ടെ, 3 മണിയാകുമ്പോൾ നമ്മുടെ ബിനുവില്ലേ ബേക്കറി പോകുന്നത്. 3 മണിയാകുമ്പോൾ വെളുപ്പിന് 3 മണിയാകുമ്പോൾ 3 മണിക്കാണ് വിളിക്കുന്നത്. അവന്റെ പെണ്ണുമ്പിള്ള ഇറങ്ങണമെങ്കിൽ 3 മണിയാവും. അവന്റെ പെണ്ണുമ്പിള്ളക്ക് ഇവനെ സംശയമുണ്ട്. അതുകൊണ്ട് എന്നിട്ട് ഇവനോട് ഈ ഫോൺ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ പാവപ്പെട്ട മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ അങ്ങനെ ഉണർത്താതെ പതുങ്ങി ഞാൻ ആ ബാത്റൂമിന്റെ അവിടെ പോയിരുന്നു. ഞാൻ ഫോൺ ചെയ്യും. ചിലപ്പോ അവിടെ പോയി ചെന്നിട്ട് സംസാരിച്ച് അങ്ങ് ഉറങ്ങും. നേരം വെളുത്ത് അഞ്ഞാൽ വന്ന് എന്നെ വിളിക്കുന്നത്. സംശയം. എന്ത് സംശയിക്കാൻ? സംശയം. അങ്ങനെ കുടുംബം എങ്ങനെ അതെ, മൂത്ത മോനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിക്കറിട്ടോണ്ട് ഇവിടെ വന്ന് നിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ വീടല്ല, അതുകൊണ്ട് മാത്രമല്ല, നമ്മള് പിള്ളേർ മാത്രമല്ല, അതുകൊണ്ട് ഞാൻ നിക്കറിട്ടത്. പിള്ളേർക്ക് എന്റെ ഭർത്താവാ. എന്താ പേര്? പേരെന്താന്ന്? സജി. എത്ര സജിയാ? ഒരു സജിയുള്ളൂ. എന്താ ജോലി? ഇതൊക്കെ തന്നെയാ ജോലി. ജോലി എന്താ? കണ്ടുപിടിപ്പണായിട്ട് പോണു. അപ്പൊ എത്ര പിള്ളേരെ നിൽക്കുള്ളത്? എത്ര പിള്ളേർ? 1 2 3. എത്ര അടി വന്നു? ചെറിയ കൺഫ്യൂഷൻ. ഒരു മിനിറ്റ്. എത്രയുണ്ട്? 4. പേരെന്ന് പറഞ്ഞേ. എല്ലാ വർഷവും ഇതൊക്കെ തന്നെ പതിവ്. പേരെത്ര എന്നല്ലേ ചോദിച്ചേ? പേരെന്നാ ചോദിച്ചേ? പേര് ഐശ്വര്യ. നമ്മുടെ അശോകന്റെ മോളില്ലയോ അമ്പളേ? നീ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. പറയട്ടടി. അല്ലാതെ അശോകന്റെ മോൾ ഒളിച്ചോടിപ്പോയത്. അതാ പറഞ്ഞ പണിക്ക് വന്നെങ്കിൽ പണി ചെയ്യണം. അല്ലാതെ കണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും എന്റെ അടുത്ത് പറയരുത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ പറയുന്നില്ല കേട്ടല്ലോ. ഏതശോകന്റെ? അത് വടക്കേൽ. അയ്യോ, ഇവിടെ താഴെ. എടി, നമ്മുടെ വടക്കേൽ അശോകനില്ലേ? അവന്റെ മോടെ കാര്യം എനിക്ക് അന്നേ അറിയാടി. അവിടെ മൂത്ത മോള് പോയപ്പോഴേ എനിക്കറിയാം ഇളയവളും പോവുമെന്ന്. ആണോ? അയ്യോ, പിന്നെ ആ വീടിനെ കുറിച്ച് മൊത്തം ചരിത്രം എനിക്കറിയാം. ഞാൻ പിന്നെ ഇതിങ്ങനൊന്നും ആരോടും പറയത്തില്ല. അതെന്താന്നറിയാവോ? എനിക്ക് ഈ പരദൂഷണം പറയുന്നത് ഇഷ്ടമല്ല. ആളെ കൂട്ടുകാരൊക്കെ ടൂറിന് പോവോ? എനിക്കും പോണം. ഈ വാക്കിൽ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ നിന്നെ ചാടിക്കും. അങ്ങനെ വിളിച്ചതാ. അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കം പിച്ചടി പറയും. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ ഉണ്ടാക്കി വെച്ചേക്ക് പോണം. അതല്ലെന്ന് കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവാ അവൻ. ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് 2 മരമോത്ത് കാണൂല്ലേ? നാട്ടിൽ പോയി അവിടെ പോയി ആൾക്കാരൊക്കെ കാണട്ടെ. ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമെന്നല്ലേ പറഞ്ഞു? ഒരെണ്ണം ഞാനിപ്പോ കട്ട് ചെയ്തു. ഇറക്കി എന്നിട്ടേ അവൻ പറയുന്നത് എന്നോടും ഞാൻ പറയുന്നത് അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നില്ലല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കുക. പൈസ വല്ലതും കൊടുക്കുന്നത്.